ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. MCS 215 സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ്. അപ്പം ആ ഒരു സബ്ജക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം സൈബർ ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇന്ന് താമസിക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ യുഗം അല്ലെങ്കിൽ ഒരു സൈബർ യുഗം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ആ ഒരു ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും സൈബർ നിയമങ്ങളെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. അതിനു മുമ്പിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ ഒരു സബ്ജക്റ്റിനെ മെയിൻലി നമ്മൾ 2 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസും, ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ സൈബർ ലോസ്. ബ്ലോക്ക് 1 എന്തൊക്കെയാണ്? സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കും? സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പഠിക്കും, സൈബർ സെക്യൂരിറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും, സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ സൈബർ ലോസ് ആണ്. സൈബർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈബർ നിയമങ്ങൾ. അപ്പം സൈബർ സെക്യൂരിറ്റി വേണം, നമുക്കൊരു സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ച് നിയമങ്ങൾ വേണം. അതുപോലെ തന്നെ സൈബർ സ്പേസിലുള്ള കുറച്ച് നിയമങ്ങൾ, പ്രോട്ടോകോളുകൾ, ഗൈഡ് ലൈൻസ്, ഇതൊക്കെയാണ് നമ്മൾ സൈബർ ലോസിൽ പഠിക്കുന്നത്. അതിനകത്ത് കുറച്ച് അൽഗരിതംസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 1 വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്ലോക്ക് 1 3 യൂണിറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ 3 യൂണിറ്റ്സും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ആണ്. അപ്പം യൂണിറ്റ് 1 സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസും അതിനുണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ നമ്മൾ പഠിക്കും? ആദ്യം സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പഠിക്കും, സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത എന്താണെന്ന് പഠിക്കും, എന്താണ് അതിന്റെ നീഡ്, അതിന്റെ ഉപയോഗം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആ സൈബർ സെക്യൂരിറ്റിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും സൈബർ സെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നും നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോഗ്രഫി മെക്കാനിസം ആണ്. ക്രിപ്റ്റോഗ്രഫി പേര് കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും. ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് അൽഗരിതംസ് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള തിയറി കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്രിപ്റ്റോഗ്രഫി മെക്കാനിസം എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ വരുന്നുണ്ട്, ഡിക്രിപ്ഷൻ വരുന്നുണ്ട്, ക്രിപ്റ്റോഗ്രഫിക് സൈഫേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അൽഗരിതംസ് എല്ലാം അടങ്ങുന്നതാണ് യൂണിറ്റ് 2 ക്രിപ്റ്റോഗ്രഫി മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് 3 വരുമ്പം ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പം നമുക്ക് എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ യുഗത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് അറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഡേറ്റ സെക്യൂരിറ്റി എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോൺസിലാവട്ടെ, ലാപ്ടോപ്പിലാവട്ടെ, എന്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ ഡേറ്റാസ് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ സെക്യൂർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം സെക്യൂരിറ്റി ആവശ്യമാണ്. എന്തിന്? ഡേറ്റയ്ക്കും സെക്യൂരിറ്റി ആവശ്യമാണ്. അങ്ങനെ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 2 വരികയാണെന്നുണ്ടെങ്കിൽ അതിലും 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, 3 യൂണിറ്റ്സ് ഉണ്ട്. അത് യൂണിറ്റ് 4 എന്താണ്? റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്. റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്, സൈബർ സ്പേസിന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് അതിനകത്തും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈബർ സ്പേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈബർ ക്രൈം എന്ന് പറയുന്നത്. അപ്പൊ ആ സൈബർ ക്രൈംസ് ഏതൊക്കെയാണ്, എത്ര തരത്തിലുണ്ട്, അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതിന് പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 6 വരുമ്പോഴത്തേക്ക് IPR ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നാണ് IPRന്റെ ഫുൾ ഫോം. അപ്പൊ അത് ആ IPR ഇഷ്യൂ, സൈബർ സ്പേസിലുള്ള IPR ഇഷ്യൂസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് നമ്മൾ യൂണിറ്റ് 6 ഓക്കെ, അപ്പം ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ യൂണിറ്റിന്റെയും ഓവർവ്യൂ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. യൂണിറ്റ് 1 ഓവർവ്യൂ ആണ്. സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിന്റെ ഒരു ഓവർവ്യൂ, ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ആ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് മീനിങ് ആൻഡ് നീഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിയുടെ മീനിങ് എന്താണെന്നും എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകതയെന്നും നമ്മൾ പഠിക്കുന്നത് 1ാമത്തെ യൂണിറ്റിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നും സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത എന്താണെന്നും നമ്മൾ ഇതിനകത്ത്
പഠിക്കുന്നു. ദെൻ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ സെക്യൂരിറ്റി, നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വസിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ആ ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. പ്രോസ് എന്ന് പറയുമ്പോൾ അതിന് ഫോർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോൺസ് എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി അടുത്തത് വേസ് ഇൻ വിച്ച് ക്യാൻ പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൊവൈഡിങ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സിഗ്നിഫിക്കന്റ് റോൾ ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ലോസ് വിച്ച് എയിം അറ്റ് പ്രൊട്ടക്ടിങ് സൈബർ സ്പേസ്. സൈബർ സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ദെൻ പെനാൾട്ടി ഓർ പണിഷ്മെന്റ് ഫോർ ദോസ് ഹൂ പോസ് ത്രെറ്റ് ടു സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിക്ക് ത്രെറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെയുള്ള പെനാൽറ്റി, പിഴകള്, പണിഷ്മെന്റ് എന്താണ്, അതിനുള്ള പണിഷ്മെന്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ഒന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? സൈബർ സെക്യൂരിറ്റിയുടെ മീനിങ് എന്താണെന്നും സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകത എന്താണെന്നും ഡിസ്കസ് ചെയ്യുന്നു. ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, സൈബർ സെക്യൂരിറ്റിക്കകത്ത് സിഗ്നിഫിക്കന്റ് റോൾ എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാണിക്കുന്നു. പിന്നെന്താണ്, എയിം അറ്റ് പ്രൊട്ടക്ടിങ് സൈബർ സ്പേസ്, എങ്ങനെയാണ് സൈബർ സ്പേസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കാണിക്കുന്ന കുറച്ച് ലോസ്, കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വ്യക്തികൾക്കെതിരെ കൊടുക്കുന്ന പെനാൽറ്റിയും പണിഷ്മെന്റും ഒക്കെ നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് 1 ക്ലിയർ ആയല്ലോ. യൂണിറ്റ് 2 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിപ്റ്റോഗ്രഫി മെക്കാനിസംസ്. ക്രിപ്റ്റോഗ്രഫി എന്താണെന്ന് പഠിക്കുന്നു. അപ്പൊ കൺവെൻഷണൽ ക്രിപ്റ്റോഗ്രഫി ആൻഡ് ടൈപ്സ് ഓഫ് സൈഫേഴ്സ്. എന്താണ് കൺവെൻഷണൽ ക്രിപ്റ്റോഗ്രഫി എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സൈഫർ. സൈഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിപ്റ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. ക്രിപ്റ്റോഗ്രഫിക് ടൂൾസ് എന്ന് നമ്മൾ പറയും. അതിനകത്ത് വരുന്നതാണ് സൈഫർ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൈഫർ ഉണ്ട്. അപ്പം എന്താണ് കൺവെൻഷണൽ ക്രിപ്റ്റോഗ്രഫി എന്നും എത്ര ടൈപ്പ് ഓഫ് സൈഫേഴ്സ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ മീനിങ് ഓഫ് എൻക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വരുന്ന ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ മീനിങ് ഓഫ് എൻക്രിപ്ഷൻ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് എൻക്രിപ്റ്റഡ് ഡേറ്റ, ഡീക്രിപ്റ്റഡ് ഡേറ്റ, എൻക്രിപ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കോഡിങ്ങിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ മീനിങ് ഓഫ് എൻക്രിപ്ഷൻ എന്താണ്? എൻക്രിപ്ഷൻ എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെന്താണ്, അൽഗോരിതംസ് യൂസ്ഡ് ഇൻ ക്രിപ്റ്റോളജി. ക്രിപ്റ്റോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എന്തൊക്കെ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഈ അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എൻക്രിപ്ഷൻ സ്കീംസ്, ദെയർ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. കുറച്ച് എൻക്രിപ്ഷൻ സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ട്. എൻക്രിപ്ഷൻ സ്കീംസ് ഉണ്ട്. ആ എൻക്രിപ്ഷൻ സ്കീംസിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻസ് ആൻഡ് ക്രിപ്റ്റോഗ്രഫിക് പ്രോട്ടോകോൾസ് ആൻഡ് മെക്കാനിസം. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോഗ്രഫിക് ഹാഷ് ഫംഗ്ഷൻസും ക്രിപ്റ്റോഗ്രഫിക് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഓരോ ക്രിപ്റ്റോളജിയിൽ എന്തുണ്ട്? കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തിനും പ്രോട്ടോകോൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റോഗ്രഫി മെക്കാനിസത്തിലും എന്തുണ്ട്? കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മെത്തഡോളജി ഫോർ എൻഷുറിംഗ് the secure distribution of keys for cryptographic purposes. Cryptographic purposesന് ആവശ്യമായിട്ടുള്ള കുറച്ച് കീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പബ്ലിക് കീ, സർട്ടിഫിക്കറ്റ്സ്, പ്രൈവറ്റ് കീ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റഡ് തേർഡ് പാർട്ടീസ് ആൻഡ് പബ്ലിക് സർട്ടിഫിക്കറ്റ്. ട്രസ്റ്റഡ് തേർഡ് പാർട്ടീസ് എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സും എന്താണെന്ന് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിലാണ് ഈ ഒരു യൂണിറ്റിലാണ് നോക്കുന്നത്. അപ്പം ക്രിപ്റ്റോഗ്രഫി എന്താണെന്നും ക്രിപ്റ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്താണെന്നും എൻക്രിപ്ഷൻ എന്താണ്, ഡീക്രിപ്ഷൻ എന്താണ്, അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്, ദെൻ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, മീനിങ് ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമ്മൾ ഇതിനകത്താണ് എഴുതുന്നത്. എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ സയൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന്. ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂസും അതിന്റെ ആവശ്യകത എന്താണെന്നും ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 3 വരുമ്പം ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഡേറ്റ സെക്യൂരിറ്റി നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഡേറ്റാസ് സെക്യൂർ ആക്കി വെക്കുക. അപ്പൊ അതിന് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ ഒന്ന് മാനേജ് ചെയ്ത് വെക്കണം, അതിനെല്ലാം കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ യൂണിറ്റ് 3 ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? ഡേറ്റ സെക്യൂരിറ്റി പഠിക്കുന്നുണ്ട്, ഡേറ്റ മാനേജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്, കുറച്ച് സെക്യൂരിറ്റി റിക്വയർമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ത്രെറ്റ്സ് ആൻഡ് അറ്റാക്സ് പഠിക്കുന്നുണ്ട്, സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് യൂസബിലിറ്റി പഠിക്കുന്നുണ്ട്, സെക്യൂരിറ്റി മാനേജ്മെന്റ്. അപ്പം ഡേറ്റ സെക്യൂരിറ്റി എങ്ങനെയാണെന്നും ഒരു ഡേറ്റ എങ്ങനെ നമ്മൾ സെക്യൂർ ആക്കി വെക്കുന്നു എന്നും അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി റിക്വയർമെന്റ്സ് എന്താണെന്നും സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ത്രെറ്റ് വന്നാൽ അതെന്താണെന്നും അതിന്റെ അറ്റാക്സ് എന്താണെന്നും ഒക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്.
അടുത്തത് യൂണിറ്റ് 4ലേക്ക് പോവുകയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ് ആൻഡ് ഓവർവ്യൂ. റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസിന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. നീഡ് ആൻഡ് ഡിസൈറബിലിറ്റി ഫോർ റെഗുലേഷൻ ഓഫ് ഇന്റർനെറ്റ് കണ്ടന്റ് ബോത്ത് ഇൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസിലാണെങ്കിലും ഇന്റർനെറ്റ് കണ്ടന്റിന്റെ റെഗുലേഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ഫോർ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. ആഗോള വിവരവിനിമയം. എന്താണ് ഈ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും തമ്മിൽ കണക്റ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ ഫേസ്ബുക്ക് അല്ലെ, ഫേസ് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് കുറച്ച് നമുക്ക് ഫേസ്ബുക്കിനാണെങ്കിലും കുറച്ച് ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ ഉണ്ട് അല്ലെ. അതിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുപോലെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിന്റെ മേജർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്നും നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നുണ്ട്. ദ നേഷൻസ് ലീഗൽ പോളിസീസ് ആൻഡ് ഫ്രെയിംവർക്ക് ഫോർ റെഗുലേറ്റിംഗ് സൈബർ സ്പേസ്. ഒരു സൈബർ സ്പേസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേഷൻ കൊടുക്കുന്ന ലീഗൽ പോളിസീസും അതിന്റെ ഫ്രെയിംവർക്കുകളും എന്തൊക്കെയാണെന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് റെഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 4 വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത യൂണിറ്റ് 5 എന്താണെന്ന് നമുക്ക് നോക്കാം. സൈബർ ക്രൈംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് സൈബർ ക്രൈംസ് ഉണ്ട്, അത് എപ്പോഴാണ് ഒരു ഒഫൻസ് ആയിട്ട് മാറുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ട്സ് ഫോർ പെനാൽറ്റീസ് ആൻഡ് കോമ്പൻസേഷൻ ആർ പ്രൊവൈഡഡ്. എന്താണ്, എന്തിന് ഈ സൈബർ ക്രൈംസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പെനാൽറ്റീസ് കൊടുക്കുന്നു, ഏതിനൊക്കെയാണ് പെനാൽറ്റീസ് വരുന്നത്, ഏതിനൊക്കെയാണ് കോമ്പൻസേഷൻ വരുന്നത്, അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഒഫൻസസ് ഫോർ വിച്ച് പണിഷ്മെന്റ് ഈസ് പ്രൊവൈഡഡ്. എന്താണ്, പണിഷ്മെന്റ് കൊടുക്കുന്ന ഒഫൻസസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സൈബർ ക്രൈംസിന്റെ ഇൻവെസ്റ്റിഗേഷനോ ആവശ്യമായിട്ടുള്ള ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൈബർ ക്രൈംസ്, പെനാൽറ്റീസ് ആൻഡ് കോമ്പൻസേഷൻ. ഈ പറയുന്ന സൈബർ ക്രൈംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും പെനാൽറ്റീസ് കൊടുക്കുന്ന സമയത്തോ കോമ്പൻസേഷൻ കൊടുക്കുന്ന സമയത്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഏതാണ്, യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6 എന്താണ്, IPR ഇഷ്യൂസ് ഇൻ സൈബർ. എന്താണ് IPR എന്ന്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്താണെന്നും എത്ര ഫോംസ് ഓഫ് IPR ഉണ്ടെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. ദെൻ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പകർപ്പവകാശം അല്ലെ. അപ്പോൾ ഞാനിപ്പോ എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ പകർപ്പവകാശം ആർക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ് അല്ലെ. അപ്പൊ അതുപോലുള്ള കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമ്മുടെ എന്താണ് സൈബർ സ്പേസിൽ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ കൺസെപ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഇൻ ലിങ്കിങ്, ഇൻലൈനിങ് ആൻഡ് ഫാമിംഗ്. ഇങ്ങനെ പറയുന്ന കുറച്ച് കൺസെപ്റ്റുകൾ നമുക്ക് എന്താണെന്നും അതിന്റെ യൂസ് എന്താണെന്നും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് ത്രൂ ഡിജിറ്റൽ മീഡിയം. ഡിജിറ്റൽ മീഡിയം വഴിയുള്ള പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? ബ്രീഫ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ആരെങ്കിലും ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം ആർക്ക് മാത്രമായിരിക്കും? ആ പേറ്റന്റ് ഹോൾഡർക്ക് മാത്രമായിരിക്കും. അയാൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അത് ആ പേറ്റന്റ് കിട്ടുന്നത് പേറ്റന്റ് ഹോൾഡർക്കായിരിക്കും. അയാൾക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാനും സെൽ ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതല്ലാതെ മറ്റൊരു വ്യക്തി ഇതിന്റെ ഇടയിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയോ സെൽ ചെയ്യുകയോ യൂസ് ചെയ്യുകയോ ചെയ്യുന്നു. ഏത് വഴി? ഡിജിറ്റൽ മീഡിയം വഴി. അതിനെയാണ് നമ്മൾ പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റി നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ആൻഡ് ഡൊമൈൻ ബേസ്ഡ് സൈബർ സ്ക്വാട്ടിങ്. കുറച്ച് ഇഷ്യൂസ് നമ്മുടെ സൈബർ സ്പേസിൽ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ആൻഡ് ദെയർ യൂസ്. നമ്മൾ എന്താണ് സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും അല്ലെ. നമ്മുടെ ക്രോം ആവട്ടെ, ഫയർഫോക്സ് ആവട്ടെ, ഇതെല്ലാം എന്താണ് നമ്മുടെ സെർച്ച് എഞ്ചിൻസ് ആണ്. അപ്പൊ അതിനുണ്ടാകുന്ന അബ്യൂസ്, അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ IPR റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അറ്റ് ദി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലുമുള്ള IPR റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 6 യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ MCS 215 എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. പേര് കേൾക്കുമ്പോൾ എല്ലാം കുറച്ച് ടഫായിട്ട് തോന്നും. ഒന്നുമില്ല, സിമ്പിൾ ആണ്, തിയറിയാണ്. ആകെ 2-3 അൽഗോരിതംസ് മാത്രമേ ഇതിനകത്ത് കുറച്ച് നമ്മളൊന്ന് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. യൂണിറ്റ് 1 ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.